വയനാട്ടിൽ വീണ്ടും ഷിഗല്ല. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ അരുൺ വിൻസെന്റ് നൽകും. ഹലോ അരുൺ, കേൾക്കാമോ? ദീപ, വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമാനമായ രോഗലക്ഷണങ്ങൾ 4 പേർ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണം കണ്ടെത്തി. തുടർന്ന് ഈ കുട്ടിയുടെ പരിശോധന ഫലം അയക്കുകയും തിങ്കളാഴ്ച ഫലം പുറത്തു വരികയുമായിരുന്നു. ഇതോടെയാണ് ആ രോഗം സ്ഥിരീകരിച്ചത്. ഹോസ്റ്റൽ താമസിക്കുന്ന കുട്ടിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണ ചികിത്സയുടെ ഒരു കുട്ടി കോളേജിലും ബാക്കി 3 കുട്ടികളും കോളേജിന് പുറത്തുമാണ് താമസിക്കുന്നത്. ഏതായാലും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ കവിഞ്ഞൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ കവിഞ്ഞൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ PJ കോളേജ് അധികൃതർ ഉൾപ്പെടുത്തി വിപുലമായ യോഗവും ചേർന്നിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വമാണ് തിങ്കളാഴ്ച രാത്രിയോടെ രോഗലക്ഷണമുള്ള എല്ലാ കുട്ടികളെയും വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ വയനാടിന്റെ ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി P. സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ കോളേജിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പരിസര പ്രദേശങ്ങളും കോളേജുകളും ഉൾപ്പെടെ ഫ്ലോറിനെ ശക്തിപ്പെടുത്താനും തുടർ യോഗങ്ങൾ ചേർന്നുകൊണ്ട് രോഗം നിയന്ത്രണ വിധേയമാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായും യോഗത്തിൽ തീരുമാനിച്ചത്. എന്നാലും നിലവിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ വർഷം ജൂൺ ആദ്യവാരം നെന്മേരി പഞ്ചായത്തിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടുത്തെ മാർബസിൽ UP സ്കൂളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 17 കുട്ടികൾക്കാണ് അന്ന് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 570 പേർ രോഗലക്ഷണവുമായി വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. എന്നാലും ജില്ലയിലെ ഷിഗല്ല രോഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി 1 മാസം പിന്നിടുമ്പോഴാണ് വീണ്ടും മാനന്തവാടിൽ ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദീപ, ശരി അരുൺ.